ഓക്കെ, നമുക്കിപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി കോഡിംഗ് ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് തിയറിറ്റിക്കൽ ആയിട്ട് കുറേ പോയിട്ട് കാര്യമില്ല, നമ്മളെ ക്ലാസ് നീങ്ങുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡയറക്റ്റ് ക്ലാസ്സിലേക്കും അതായത് കോഡിങ്ങിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടെ പെട്ടെന്ന് മനസ്സിലാവാൻ ഒന്നും കൂടെ ബെറ്റർ ഇതായിരിക്കും. മറ്റേ കുറേ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ അതെങ്ങനെയാണ് ഈ ഒരു സ്കില്ല് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. ഓരോ ഏരിയയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ W3 സ്കൂളിനകത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ മറ്റു കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്, ഇതിലൊക്കെ ഉണ്ട്. ഒന്നും കൂടെ ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് W3 സ്കൂള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണ്ട, തിയറി കംപ്ലീറ്റ്ലി കവർ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ, ലൂപ്സും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ച് ഇനി അറേ ഓഫ് ഒബ്ജക്ട്സ് ഈ കാര്യങ്ങളിലൊക്കെയാണ് കുറച്ച് ക്ലാരിഫിക്കേഷൻ വേണ്ടി വരിക. അപ്പോൾ അത് ബെറ്റർ എന്താണ് വർക്കൗട്ട് ചെയ്ത് കാണുന്നത് തന്നെയാണ് ബെറ്റർ. അത് എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇന്ന് ഞാൻ ചെറിയൊരു ഡെമോ കാണിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളെ ലൂപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസിൻ്റെ ഡാറ്റ പ്രിൻ്റ് ആവുന്ന രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും, അതിനെന്താ പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ ഡാറ്റാബേസിലൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുന്ന ഡാറ്റ, ഇപ്പോൾ RDBMS ആണെന്നുണ്ടെങ്കിൽ ഓരോ ടേബിൾ ഫോർമാറ്റിലായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അതിൽ ഓരോ റോ എന്ന് പറയുന്നതാണ് ഓരോ റെക്കോർഡ്സ്. ഈ റെക്കോർഡ്സിലൊക്കെ എന്താണ് ഒരേപോലെയുള്ള ആട്രിബ്യൂട്ട്സ് ആണ് കീപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഉദാഹരണം, ഒരു ടേബിളിൻ്റെ കോളൻ നെയിം എന്ന് പറയുന്നത് നെയിം ആണെന്ന് വിചാരിക്കുക. ആ കോളത്തിന് താഴെ വരുന്ന എല്ലാ എൻട്രികളും നെയിം ആയിരിക്കും. ഓക്കെ, ഒരു 10 സ്റ്റുഡൻസ് ആണ് നമ്മൾ ടേബിളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 10 റോ ഉണ്ടാവും. ആ 10 റോൻ്റെ ഒരു കോളത്തിൻ്റെ പേര് നെയിം എന്നായിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ആ കോളത്തിൻ്റെ അണ്ടറിൽ വരുന്നതെല്ലാം ഫസ്റ്റ് നെയിം, ഓരോ സ്റ്റുഡൻസിൻ്റെയും ഫസ്റ്റ് നെയിം എന്നുള്ള രീതിയിലാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് എക്സൽ, ഗൂഗിൾ ഷീറ്റ് ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നമുക്ക് ഓരോ ഹെഡിങ് കൊടുക്കാം. ഹെഡിങ്ങിൻ്റെ താഴെ നമുക്ക് വാല്യൂസ് കൊടുക്കുന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു ടേബിൾ ഫോർമാറ്റിലാണ് നമ്മുടെ ഡാറ്റാബേസിൽ RDBMSലൊക്കെ ഇത് സ്റ്റോർ ആയിട്ടുണ്ടാവുക. നമ്മളതിനെ റിട്രീവ് ചെയ്തിട്ട് നമുക്കതിനെ ലിസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും. ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഐട്രേറ്റ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒബ്ജക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്, അറേ ഓഫ് ഒബ്ജക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെ അച്ചീവ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക് ആയിട്ട് കുറച്ച് ഇൻപുട്ട് എടുക്കുന്ന ഒരു ടെക്നിക്ക് കാണിച്ചു തരാം. അങ്ങനെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, പിന്നീട് നിങ്ങൾ ഓരോ തവണയും എന്ത് ചെയ്യണ്ട, മാനുവലി ഇവിടെ ഹാർഡ് കോഡ് ചെയ്തിടണ്ട. ഹാർഡ് കോഡ് ചെയ്തിടാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ലെറ്റ് എ ഈക്വൽ ടു 1 ഇതെന്താണ്, ഇതിൽ ഞാൻ ഹാർഡ് കോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എപ്പോഴും എൻ്റെ വാല്യൂ 1 ആണ്. എനിക്ക് എൻ്റെ വാല്യൂ 2 ആയിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ഈക്വൽ ടു 2 എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് എന്ത് വരുള്ളൂ, എൻ്റെ വാല്യൂ ചേഞ്ച് ആവുള്ളൂ. console.log ഞാനിതൊന്ന് റൺ ചെയ്യട്ടെ. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഗോ ലൈവ് എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഗോ ലൈവ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഈ എടുത്തു വെച്ചിട്ടുള്ള പേജ് ബ്രൗസറിൽ റൺ ആവും. ഓക്കെ, demo.js ഞാൻ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് സേവ് ചെയ്തിട്ടുള്ള ആ സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോഴും സെയിം എഫക്റ്റ് തന്നെയാണ് വരിക. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്, ഓട്ടോമാറ്റിക് നമ്മളിവിടെ എന്ത് ചേഞ്ച് വരുത്തിയാലും ആ സമയത്ത് തന്നെ ആ ചേഞ്ച് അവിടെ പോപ്പുലേറ്റ് ആവും. അപ്പോൾ എ ഈക്വൽ ടു 3 എന്നാക്കി ഇവിടെ console.logൽ എന്തോ 3 വന്നു. ഓക്കെ, ഈ console.logൽ എന്നൊന്നും പറയില്ല, കൺസോളിൽ എന്നുള്ള രീതിയിലാണ് പറയുക. അതാണ് എൻ്റെ ഒരു കറക്റ്റ് ടൈം. കൺസോളിൽ ഔട്ട്പുട്ട് വന്നിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ആ സെയിം മെത്തേഡ് നിങ്ങൾ അറിയാതെ പഠിച്ചോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടെ ടെക്നിക്കൽ ലെവലിലേക്ക് നമ്മൾ മൂവ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഓക്കെ,
ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്രോംപ്റ്റ് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് അലേർട്ട് പോലെ തന്നെയാണ്. ആണെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാം എന്താണെന്ന്. പ്രോംപ്റ്റ് ഇൻ JS ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സാക്റ്റ് ആ ഒരു ഏരിയയിലേക്ക് എത്തും. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ പ്രോംപ്റ്റ് വരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കാൻ പറ്റും. അത് കൊടുത്തിട്ട് ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ ഇവരിവിടെ ഉദ്ദേശിച്ചത് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ എന്താണ് നമ്മൾ കൊടുത്തിട്ടുള്ള പേര്, ഹൗ ആർ യു ടുഡേ എന്നുള്ളൊരു സ്ട്രിങ്ങിൻ്റെ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ ഈ ഒരു പേര് വരുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ASD കൊടുത്തു, ഹലോ ASD എന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ നമുക്ക് ഇൻപുട്ടൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് എന്ത് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ നോക്കാം. ഇത് ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് മൈ ഫംഗ്ഷൻ വർക്ക് ചെയ്ത്, ആ മൈ ഫംഗ്ഷനകത്ത് എന്താണ്, ലെറ്റ് പേഴ്സൺ ഈക്വൽ ടു പ്രോംപ്റ്റ് പ്ലീസ് എൻ്റർ യുവർ നെയിം. ഓക്കെ, നെയിം ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് എടുക്കുന്ന വാല്യൂ ആണിത്, ഹാരി പോട്ടർ. അതായത് നമ്മൾ നെയിം എംപ്റ്റി ആണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഹാരി പോട്ടർ എടുക്കും. നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് ഓക്കെ ഇതല്ല, ഇതിൽ വല്ല വാല്യൂ വരണം എന്നുണ്ടെങ്കിലാണ്, സോറി ഒന്നും കൊടുക്കാതെ ഇരുന്ന് നോക്കി നോക്കാം എന്താ വരുന്നു. ഓക്കെ, ഇത് ആക്ച്വലി ഡിഫോൾട്ട് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് വരും ചെയ്യും. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം പേര് വരും ചെയ്യും. ഇതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഞാൻ പൈത്തൻ്റെ ഒരു വ്യൂ പോയിന്റിൽ പറഞ്ഞതാണ്, അങ്ങനെ അല്ലാതെ വരുന്നത്. എന്തായാലും കൺസെപ്റ്റ് സെയിം ആണ്. ഇവിടെ ആ ഒരു ഡിഫോൾട്ട് വാല്യൂ ഇവിടെ വരുന്നുണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കിവിടെ എഡിറ്റ് ചെയ്ത് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ചേഞ്ചസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് പ്രോംപ്റ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ പ്രോംപ്റ്റ് കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് സ്ട്രിങ്, ആ സ്ട്രിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു കമാൻഡ്, ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ അവിടെ ഡിഫോൾട്ട് വാല്യൂ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ അത് എന്താ വേണ്ടത് ആ രീതിക്കാണ് അത് കൊടുക്കുന്നത്. നമുക്കിത് റിമൂവ് ചെയ്ത് നോക്കാം. റിമൂവ് ചെയ്താലും ഇതിന് കുഴപ്പമുണ്ടാകാൻ ചാൻസ് ഇല്ല. നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ അവിടെ ഡിഫോൾട്ടായിട്ട് വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് DDD എന്ന് കൊടുത്തു. ഓക്കെ, വർക്കിംഗ് ആണ്. അപ്പോൾ രണ്ട് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ രണ്ട് പാരാമീറ്റർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ സിംഗിൾ പാരാമീറ്ററും ഇതിന് ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കോപ്പി ചെയ്യാം. പ്രോംപ്റ്റ് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ്, ലെറ്റ് എ ഈക്വൽ ടു 3 കൺസോൾ ഡോട്ട് ലോഗ് എ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, എ ജസ്റ്റ് കൺസോളിൽ വരും. ഓക്കെ, ഇവിടെ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ഏജ് ആക്കി. ഓക്കെ, പ്രോംപ്റ്റ് എൻ്റർ യുവർ നെയിം മാറ്റിയിട്ട് ഏജ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി കൺസോൾ ഡോട്ട് ലോഗ് ഏജ് കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ എന്ത് വരും, പ്രോംപ്റ്റിൽ ചോദിക്കുന്നുണ്ട് പ്ലീസ് എൻ്റർ യുവർ ഏജ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു 15 കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ 15 അവിടെ പ്രിൻ്റ് ആയി. നമ്മൾ അത്ര ഇതിൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു സ്ട്രിങ് കൊടുത്തിട്ട് യുവർ ഏജ് ഈസ് കോമ ഏജ്, കോമയാണോ പ്ലസ് ആണോ ഡൗട്ട് ഉണ്ട്. പ്ലസ് ആവാനാ ചാൻസ് തോന്നുന്നുണ്ട്, നോക്കാം. ഇത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഈ നമ്മളിവിടെ ഓരോ തവണ സേവ് ചെയ്യുമ്പോൾ ഇവിടെ റീലോഡ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരും നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇപ്പോൾ യുവർ ഏജ് ഈസ് 23 നമ്മൾ കൊടുത്തത് അതുപോലെ വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ടൈപ്പ്, ഇങ്ങനെ പ്രോംപ്റ്റിലൂടെ നമ്മളിതിപ്പോൾ ഒരു നമ്പറാണ് എടുത്തത്, അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കൺസോൾ ഡോട്ട് ലോഗ് ടൈപ്പ് ഓഫ് ഏജ് ഈസ് ടൈപ്പ് ഓഫ് ഏജ്. ടൈപ്പ് ഓഫ് എന്നുള്ള മെത്തേഡ് നമ്മൾ മുന്നേ പരിചയപ്പെട്ടതാണ്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇതൊന്ന് റീലോഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു QWE എന്ന് കൊടുത്ത്, അതെന്താണ്, ടൈപ്പ് ഓഫ് ഏജ് സ്ട്രിങ്. അത് നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുള്ള വാല്യൂ QWE, അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്.
ഒന്നും കൂടെ റീലോഡ് ചെയ്യുക. റീലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാം ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒക്കെ ക്ലിയർ ആയി. ഞാൻ 12 കൊടുത്ത് കണ്ടോ, ഇവിടെ എന്താണ് സ്ട്രിങ് ആണ് വന്നിട്ടുള്ളത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ പ്രത്യേകം നോട്ട് ചെയ്യുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ ഏജ് പ്ലസ് ഏജ് എന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കാം അല്ലേ. ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മൾ എൻ്റർ ചെയ്യുന്ന ഏജ് 2 തവണ അവിടെ റിപ്പീറ്റ് ചെയ്ത് വരും. അത്രയാണ് ഈ കേസിൽ വരിക. നമുക്കിത് നോക്കാം, എന്താണ് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. ഇപ്പോൾ 2 അല്ലെങ്കിൽ 10 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 10 10 എന്നാണോ അതോ 20 എന്നാണോ വരിക? നമുക്ക് നോക്കാം. 10 ആണ് വന്നത്. കാരണം എന്താണ്? ഇതിന്റെ ടൈപ്പ് സ്ട്രിങ് ആണ്. സ്ട്രിങ് 2 സ്ട്രിങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 10 + 10, അതായത് 1010 ഉള്ളൊരു, അല്ലെങ്കിൽ ആ 2 10ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വേർഡ് പോലെയാണ് അതിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഏജിനൊക്കെ ഇൻറ്റിജറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മെത്തേഡ് ഉണ്ട്, പാർസ് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏജ് ഈക്വൽ ടു പാർസ് ഇൻറ്റ്, പാർസ് ഫ്ലോട്ട്, അങ്ങനെ കുറച്ച് മെത്തേഡ്സ്, ബിൽഡിൻ മെത്തേഡ്സ് ആണ്. അതിലേക്ക് എന്ത് ചെയ്യുക, ഈ വേരിയബിളിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, ഇത് സ്ട്രിങ്ങിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? ഇൻറ്റിജർ ആക്കും. ഇൻറ്റിജർ ആക്കിയിട്ടുള്ള വാല്യൂ വീണ്ടും ഏജിലേക്ക് റീഅസൈൻ ചെയ്യും. ആ റീഅസൈൻ ചെയ്തതിൻ്റെ ടൈപ്പ് ഇവിടെ നോക്കുന്നുണ്ട്. അതിനുശേഷം അത് പ്ലസ് അത്, ആ 2 വേരിയബിൾ ഒന്നും കൂടെ സം ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കോഡിൽ ചെയ്തിട്ടുള്ളത്. നമുക്കൊന്ന് റീലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇവിടെ 10 കൊടുക്കാം. ടൈപ്പ് ഓഫ് ഏജ് ഈസ് എ നമ്പർ. സ്ട്രിങ് മാറി നമ്പർ ആയിട്ടുണ്ട്. ഓക്കെ, ആ നമ്പർ 2 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 20 കിട്ടി. അങ്ങനത്തെ ചെറിയ ചെറിയ കേസസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, പ്രോംപ്റ്റ് നിങ്ങൾ മുന്നേ നോക്കിയിട്ടുണ്ടോ അറിയില്ല. എന്തായാലും നമുക്ക് ഇങ്ങനത്തെ ഇൻപുട്ട് എടുക്കാനൊക്കെ പറ്റിയുള്ള ഒരു സിമ്പിൾ സൊല്യൂഷനാണ് നമ്മുടെ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് ഞാൻ ഒബ്ജക്റ്റിനെ ലൂപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്യിക്കുന്ന ഒരു പോർഷനും കൂടെ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഏരിയയൊക്കെ ഒന്ന് മനസ്സിലാക്കുക, പഠിക്കുക. ലെറ്റ് ഡാറ്റ എന്നാണ് ഒബ്ജക്റ്റിന് പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു അറേ ഓഫ് ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ എന്തായി, ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. അറേനകത്ത് ഞാൻ ഫസ്റ്റത്തെ ഒബ്ജക്റ്റിൻ്റെ നെയിം, ഓക്കെ, കുറച്ച് ഓട്ടോ കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, 3 ഒബ്ജക്റ്റ് വന്നു. ഓക്കെ, ഇത് ഒന്നാമത്തെ ഒബ്ജക്റ്റ്, ഇത് രണ്ടാമത്തെ ഒബ്ജക്റ്റ്, ഇത് മൂന്നാമത്തെ ഒബ്ജക്റ്റ്. അറേ എന്ന് പറയുന്നത് എന്താണ്? ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ വേണമെങ്കിൽ കമൻറ്റ് ആഡ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റിൽ കമൻറ്റ് ആഡ് ചെയ്യുന്നത് 2 സ്ലാഷ് വെച്ചിട്ടാണ്. ഇവിടെ എന്താണ്? അറേ ഓഫ് ഒബ്ജക്ട്സ്, അറേ ഓഫ് ഒബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഒരു എലമെന്റിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ്? ഇൻഡെക്സ് വെച്ചിട്ട് ആക്സസ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഡാറ്റ ഓഫ് 0.name, ഡാറ്റ ഓഫ് 0.0 മാറ്റിയിട്ട് 1 ആക്കാണ്. 1 2 ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റത്തെ കൺസോളിൽ എന്ത് വരും? ജോൺ വരും. രണ്ടാമത്തെ കൺസോളിൽ ജെയിൻ വരും. മൂന്നാമത്തെ കൺസോളിൽ ഡോയ് വരും. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനൊരു ഇവിടെ ജോൺ, ജെയിൻ, ഡോയ്. ഇതിപ്പം ഞാൻ തൽക്കാലം ഹൈഡ് ചെയ്ത് വെക്കണമെന്നുണ്ട്. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് പ്രോംപ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ എടുത്ത് കാണിച്ചത്. നമുക്കത് ഇപ്പോൾ വേണ്ട. ഓക്കെ, നമുക്ക് ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റ ഇതുപോലെ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ CSS കമൻ്റ് ഒക്കെ ഇടുന്നത് അതുപോലെ തന്നെയാണ്. CSS വേറെയും കുറേ പ്രോഗ്രാമിങ്ങിലൊക്കെ ചിലപ്പോൾ ഈ ഒരു കമൻറ്റിൻ്റെ ഈ ഒരു സെയിം വേ യൂസ് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ /*/ അതിനകത്ത് വരുന്നതൊക്കെ എന്താവും? കമൻറ്റഡ് ആയിട്ട് മാറും. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, ജോൺ, ജെയിൻ, ഡോയ്. അപ്പം നമ്മളെന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? ഈ 3
ഇതും സെപ്പറേറ്റ് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ച് നമുക്ക് ഇവിടെ 3 സെൻറ്റൻസ് യൂസ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യേണ്ടി വന്നു. സെയിം വേ നമുക്ക് അവരെ ഏജും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഏജ് അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ജോണിൻ്റെ ഏജും കാണിക്കുന്നുണ്ട്, ജെയിനിൻ്റെ ഏജും കാണിക്കുന്നുണ്ട്, ഡോയിൻ്റെ ഏജും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് ഇത് നമുക്ക് ഇതിനകത്തുള്ള ഒബ്ജക്റ്റിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് വല്ലാണ്ട് എഫേർട്ട് കൂടും. ഇതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് എഴുതണ്ടേ. അപ്പം അങ്ങനത്തെ കേസസ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിൽ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫോർ വെച്ചിട്ട് ചെയ്യാം. ഫോർ ഓക്കെ, ലെറ്റ് ഐ ഈക്വൽ ടു 0 ഓക്കെയാണ്, ഐ ലെസ് ദാൻ ഡാറ്റ ഡോട്ട് ലെങ്ത് അതും ഓക്കെയാണ്, ഐ പ്ലസ് പ്ലസ് ഓക്കെ. അപ്പോൾ ഇതിന് ഒരു ആൾട്ടർനേറ്റീവ് ആണ് ഈ ലൂപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ പോർഷൻ കമൻറ്റ് ചെയ്യാം. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ ഓട്ടോ ഫില്ല് വരില്ലേ ഓട്ടോമാറ്റിക് ആയിട്ട്, അത് ഏത് എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടാണ് വരുന്നത്? അത് കോപൈലറ്റ് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടാണ്. പക്ഷെ അത് ഇപ്പൊ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആവില്ല. ഓക്കെ, അപ്പൊ ഞാനത് ഇപ്പൊ പ്രിഫർ ചെയ്യുന്നില്ല. നിങ്ങൾ വൺസ് റിയാക്ട് ഒക്കെ പഠിച്ച് ഒരു ഇൻഡസ്ട്രി ലെവലിൽ കയറുകയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളത് യൂസ് ചെയ്തോ, നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും. അതും ChatGPT ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണം. പക്ഷെ നിങ്ങളത് ലേൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇംപ്രൂവ്മെന്റിനെ അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല, അത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അത് പെയ്ഡ് ആയിട്ടുള്ളൊരു എക്സ്റ്റൻഷൻ ആണ്, അത് ഫ്രീ ആയിട്ടുള്ളതല്ല. അപ്പോൾ അത് അത്രയും ആവശ്യമുണ്ടെങ്കിൽ നോക്കുക. അതിന് മുമ്പ് നിങ്ങളത് ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവണം. ജസ്റ്റ് കോപ്പൈലറ്റ് ഇട്ടിട്ട് നമ്മൾ കോഡ് റൺ ചെയ്ത് പിന്നെ എന്തെങ്കിലും ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെ ആയിരിക്കും നിങ്ങളത് പെടുക. ഇൻ്റർവ്യൂ എന്ന സമയത്ത് നിങ്ങൾക്ക് കോഡ് ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പ്രത്യേക ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മേ ബി ചെയ്യാനുണ്ടാവില്ല. ഓക്കെ, കോപ്പൈലറ്റ് എങ്ങനെ റൺ ചെയ്യുക, എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇതുവരെ പറഞ്ഞുതരാത്തതിൻ്റെ ഒരു കാരണം അതാണ്. മാക്സിമം കുറേ പേര് സ്റ്റുഡൻസ് ആണ്, അവരെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ജോബിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്ക് ബെറ്റർ എല്ലാ കൺസെപ്റ്റും മനസ്സിലാക്കിയിട്ട് കുറച്ച് പ്രോഗ്രാംസൊക്കെ അതിൻ്റെ ലോജിക് ലെവലിൽ നിങ്ങൾ പഠിച്ചു വെക്കുന്നതാണ് ബെറ്റർ. പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൺസോൾ ചെയ്തിട്ടുണ്ട് ഡാറ്റ. ഇതിനെ ഈ ഒരു ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് ഇതിങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് ഈ 2 വരി എഴുതിയാൽ മതി, പിന്നെ ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു 3 ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇത്ര ചെയ്തിട്ടുള്ളത്. ഇതൊരു 10,000 ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മളിങ്ങനെ എഴുതി കുഴയും, കാരണം അത്രയും ലൈൻ ഓഫ് കോഡ് വരും. ആ സമയത്ത് നമുക്ക് ലൂപ്പിൻ്റെ കേസിൽ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ ചെയ്യാനുണ്ടാവുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, സെയിം അതുപോലെ തന്നെയാണ് വരുന്നത്. നേരത്തെ നമ്മൾ ഇത് വെച്ചിട്ടാണ് അത് പ്രിന്റ് ചെയ്തിരുന്നത്, അപ്പോൾ അത് മാറി ഈ ഒരു രീതിയിലായിരുന്നുള്ളൂ. നമുക്കിതിനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ് ആക്കി മാറ്റാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡെക്സ് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതിന് പകരം നമുക്കൊരു സിമ്പിൾ മെസ്സേജ് മാത്രം കൺസോൾ ചെയ്യുന്ന രീതിയിൽ എഴുതാം. ലെറ്റ് മെസ്സേജ് ഈക്വൽ ടു ഓക്കെ, നെയിം എന്ന് പറയുന്നത് അതാണ്, ഏജ് എന്ന് പറയുന്നത് അതാണ്. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു മെസ്സേജിനെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ SI01 നെയിം, അപ്പോൾ ഒരു ഭംഗി കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇൻഡെക്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇതിനെ എടുത്തിട്ടുള്ളത് എന്താണ്, സ്ട്രിങ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്.
നമുക്കതിന് വേണമെന്നുണ്ടെങ്കിൽ പാസ്സാക്കാം. ഇത് സ്ട്രിങ്ങിന്റെ കൂടെ നമ്പർ കൊടുത്തതുകൊണ്ടാണ് എന്താവുന്നത്, അതിനെ ഒരു സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യണേ. നമുക്ക് ഇപ്പോൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ SI1, SI2, SI3. ഇപ്പോൾ ഇൻഡെക്സിനെ ജസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ SI എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയിം എന്ന് പറയുന്നത് ജോൺ, ഏജ് 25. ഇപ്പോൾ എന്തായി, ഒരു സെൻറ്റൻസ് രൂപത്തിൽ നമുക്ക് കിട്ടി. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടാനുസരണം ഫോർമാറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇത് കാണിക്കുക. ഇപ്പം എന്താ ചെയ്തിട്ടുള്ളത്, നമുക്ക് ഡാറ്റാബേസിൽ ഇപ്പോൾ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ ഡാറ്റ അവിടെ ലിസ്റ്റ് ചെയ്യാനുള്ള കോഡായി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഡാറ്റ ഡമ്മി കൊടുത്തതാണ്. ഇനി നമുക്ക് ഈ ഡാറ്റ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിവിടെ ചേഞ്ച് വരും. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണെന്ന് വിചാരിക്കുന്നുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടില്ലേ ചേഞ്ച് ആവുന്നത്. ഈ സെയിം വേ നമുക്ക് ഇതിന് പ്രോഗ്രാമിൻ്റെ ഇൻബിറ്റ്വീനിൽ വന്നിട്ട് ഡാറ്റയിലേക്ക് കൊടുക്കുന്ന വാല്യൂ മാറ്റാം, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാം. അങ്ങനെ ഫങ്ഷനാലിറ്റി ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഴ്സ് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ഒരു ക്രൂഡ് ഓപ്പറേഷൻസ് ഏതൊരു പ്രോഗ്രാം പഠിച്ചാലും ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതിൻ്റെ ക്രൂഡ് ഓപ്പറേഷൻസ് ആണ്. അതായത് ക്രിയേറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അതിനെ ഷോർട്ടായിട്ട് പറയുന്നതാണ് ക്രൂഡ്, ക്രെഡ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ലൂപ്പിങ്ങും അറേ ഓഫ് ഒബ്ജക്ട്സും നിങ്ങൾക്ക് ഏകദേശം ഓക്കെ എന്ന് തോന്നുന്നുണ്ട്. അറേ നിങ്ങൾക്ക് ഓർമ്മയില്ല, ഇനിയിപ്പോൾ ഇങ്ങനെ കൊടുത്തോണ്ട് കൺഫ്യൂഷൻ ആയോ? നമ്പർ അറേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5 ഇതൊക്കെ എന്താണ്, ഒരു അറേയാണ്. ലെറ്റ് ഫ്രൂട്ട്സ് അണ്ടർസ്കോർ കളക്ഷൻ ഈക്വൽ ടു. ഓക്കെ, ഇതെന്താണ്, ഇത് വേറൊരു അറേയാണ്. അപ്പോൾ ഇത് നമ്പർ മാത്രം സ്റ്റോർ ചെയ്യുന്ന ഒരു അറേയാണ്. ഇത് കുറച്ച് ഫ്രൂട്ട്സ് സ്റ്റോർ ചെയ്യുന്ന അറേയാണ്. ഇതേപോലെ ഒരു ഒബ്ജക്ട്സ് സ്റ്റോർ ചെയ്യുന്ന ഒരു അറേയാണ് ഇത്. ഇപ്പോൾ ഡാറ്റ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ അറേ ഓഫ് ഒബ്ജക്ട്സ് എന്ന് കൊടുക്കാം. ഈ ഡാറ്റയ്ക്ക് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അവിടെ ഒബ്ജക്ട്സ് ആക്കാം. ഓക്കെ, ഇപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് സെയിം ആണ് എന്ന് വിചാരിച്ചിട്ട് കുറേ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് വേരിയബിളിൻ്റെ പേര് മാത്രം മാറ്റിയതേ ഉള്ളൂ, വേറെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഔട്ട്പുട്ട് എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. ഇൻ കേസ് ഇതിലൊക്കെ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എറർ നമുക്ക് നമ്മുടെ ബ്രൗസറിൽ തന്നെ കിട്ടും. അപ്പോൾ അവിടെ ഒരു എറർ വരുത്തിയിട്ടുണ്ട്. ലോഡ് ചെയ്തപ്പോൾ എന്തോ ഒരു 6 വന്നിട്ടുണ്ട്, ഞാൻ ടൈപ്പ് ചെയ്ത് തോന്നുന്നുണ്ട്, സോറി. ഓക്കെ, ഇവിടെ ഇപ്പോൾ റീലോഡ് ചെയ്തപ്പോൾ ഒന്നും കാണുന്നില്ല. ഇവിടെ ഞാൻ എന്താണ് ഇൻഫോ ഓൺലി മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എറേഴ്സ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ഐഡൻറ്റിഫയർ 1 @demo.html 5640. ഈ 5640 എന്ന് പറഞ്ഞാൽ 56 എന്ന് പറഞ്ഞത് ആ ലൈൻ നമ്പറാണ്. ഓക്കെ, അതിൽ 56 എന്തോ ഇഷ്യൂ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ട്. എക്സ്പെക്റ്റഡ് സെമികോളൻ ഇങ്ങനെയൊക്കെ ഹിൻ്റാണ് നമുക്ക് നമ്മുടെ ഇതിൽ നിന്ന് ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ നമ്മളത് വെച്ചിട്ട് നമുക്ക് ഓൾറെഡി അതിൻ്റെ സിൻടാക്സും കാര്യങ്ങളും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ എറർ, ഇവിടെ എന്തോ ഒരു കാര്യം ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ നോക്കി നോക്കും. ഇത് കളഞ്ഞു നോക്കാന്നുള്ള രീതിയിൽ ഓരോന്ന് കളഞ്ഞു നോക്കുമ്പോൾ അപ്പോഴും മേ ബി വർക്കാവാത്ത സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അങ്ങനെ ഇരിക്കും. അപ്പോൾ അതിനാണ് സിൻടാക്സ് മനസ്സിലാക്കണം എന്ന് ആദ്യം പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ എറേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം, എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ, പെട്ടെന്ന് എറേഴ്സൊക്കെ സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇവിടെ വേറെ എന്തോ ഒരു എറർ വരുന്നുണ്ട്, main.js. ഈ main.js നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സംഭവം ഒന്നല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ബ്രൗസറിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. അതൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത് വിടാവുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മൾ പ്രോഗ്രാം പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇതിനെ ഓറിയൻറ്റ് ചെയ്തിട്ട് ഒരു ടാസ്ക് തരാം.
ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. വർക്കൗട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം നെക്സ്റ്റ് ഡേ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെ ഒരു സ്റ്റാറ്റിക് ഡാറ്റയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റാറ്റിക് ഡാറ്റ കൊടുക്കുന്നതിന് പകരം നമുക്ക് പ്രോഗ്രാമിൽ നിന്ന് ഇൻപുട്ട് ചെയ്തെടുത്തിട്ട് പിന്നീട് എന്ത് ചെയ്യണം, അത് വെച്ചിട്ട് ഡാറ്റ ഇതുപോലെ പ്രിപ്പയർ ചെയ്യുക, കംപ്ലീറ്റ്ലി ഡൈനാമിക് ആക്കി മാറ്റുക. അങ്ങനത്തെ ഒരു ടാസ്ക് ഉണ്ട്. സ്റ്റുഡൻസിൻ്റെ എത്ര സ്റ്റുഡൻസിന് എൻട്രി ചെയ്യണമെന്ന് ചോദിക്കും. ഒരു 5 സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു 2 സ്റ്റുഡൻറ്റ്. ഓക്കെ, അപ്പോൾ 2 കൊടുക്കും. 2 കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് 1ൻ്റെ നെയിം എൻട്രി ചെയ്യാൻ പറയും. ഓക്കെ, സ്റ്റുഡൻറ്റ് 1ൻ്റെ ഏജ് എൻട്രി ചെയ്യാൻ പറയും. നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് 2ൻ്റെ നെയിം എൻട്രി ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ഏജ് എൻട്രി ചെയ്യാൻ പറയും. ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് ഇതുപോലെ ലിസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഫങ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ഡാറ്റ ടൈപ്പ് കവർ ചെയ്ത്, ലൂപ്പിങ്ങും കവർ ചെയ്ത്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റും കവർ ചെയ്തിട്ടുണ്ട്. ഫങ്ഷൻ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ ഫങ്ഷൻ എന്താണ് സംഭവം നോക്കാം. ഇപ്പോൾ ഈ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്താണ്, ഒരു കോഡാണ് അല്ലേ? ഓക്കെ, ഈ കോഡ് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഫങ്ഷനാക്കി മാറ്റാൻ പോവാണ്. ഫങ്ഷനാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഫങ്ഷൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. ഫങ്ഷൻ പ്രിന്റ് സ്റ്റുഡൻസ് ഡീറ്റെയിൽസ്, ഇതാണ് ഞാൻ ഫങ്ഷന് കൊടുത്തിട്ടുള്ള പേര്. ഓക്കെ, പ്രിന്റ് സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് എന്നുള്ളതാണ് ഞാൻ ഫങ്ഷന് കൊടുത്തിട്ടുള്ള പേര്. ആ പേരിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ കോഡ് ബ്ലോക്ക് കംപ്ലീറ്റ്ലി അതിനകത്ത് കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ ചെയ്താൽ മതി. പക്ഷെ നമുക്കൊരു വൃത്തിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയും പോർഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് ടാബ് എടുക്കുക. കാരണം ഈ ഫങ്ഷനകത്താണ് ഈ പോർഷൻസ് ഉള്ളത് എന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ റിമൂവ് ചെയ്യാണ്. ഇതൊക്കെ ഞാൻ എന്തിനാ കൊടുത്തതെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾക്ക് കോഡ് റെഫർ ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ റിമൂവ് ചെയ്യാൻ, എന്തായാലും നമ്മളെ വീഡിയോയിൽ അതൊക്കെ കവേർഡ് ആയിരിക്കും. ഓക്കെ, മാക്സിമം കോഡ് ചെയ്യുമ്പോൾ ഓരോ ബ്ലോക്കും ഇതെന്താണ് ഉള്ളത് മനസ്സിലാക്കുന്ന രീതിയിൽ കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതെന്തിനാണ്, പ്രിൻറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് മനസ്സിലായി. ഇനി അത് ഓരോന്നും ഇതെന്താണ് ഉള്ളിൽ പോയി നോക്കേണ്ട ആവശ്യമില്ല. ചിലതൊക്കെ ഇതിപ്പോൾ ആകെ 3 വരെയുള്ളൂ, ചിലതൊക്കെ ഒരു അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള കോഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് ഇവിടെ ആദ്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത് ഇന്ന ഏരിയയാണ്, എനിക്ക് അവിടെ അല്ല ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ കോഡിൻ്റെ ഉള്ളിൽ പോയിട്ട് തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് ഏരിയയിലാണോ കൂടുതൽ ആവശ്യം ആ ഒരു ഏരിയക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അതുപോലെ ഫങ്ഷൻ കൊടുക്കുമ്പോഴും അതിനും എഴുതാം. ഇതെന്താണ്, ടു പ്രിന്റ് സ്റ്റുഡൻറ് ഡീറ്റെയിൽസ്. ഈ ഫങ്ഷൻ സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫങ്ഷനാണ്. ഇതിങ്ങനെ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ചിലവരെ ഫങ്ഷൻ്റെ പേര് ഇങ്ങനെ വൃത്തിയിലൊന്നും കൊടുക്കില്ല. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇതെന്താ സംഭവം നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഡോക് സ്ട്രിങ് അല്ലെങ്കിൽ ഈ കമൻറ്റ് എന്താ എഴുതി വെച്ചുള്ളത് അത് വായിച്ച് മനസ്സിലാക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് ഇത് എങ്ങനെയാണ് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഫങ്ഷൻ നെയിം കൊടുക്കുമ്പോഴും നമ്മൾക്ക് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന രീതിയിലൊരു പേര് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ഇതൊക്കെയാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിങ്ങനെ കൊടുത്തു, സേവ് ചെയ്തു, റീലോഡ് ചെയ്തു. ഈ എറേഴ്സിൻ്റെ പോർഷൻ ഒഴിവാക്കുകയാണ്. ഇവിടെ ഒന്നും കണ്ടില്ല, എററാണോ? ഓക്കെ, നമ്മളിവിടെ കോഡിൽ പ്രത്യേകിച്ച് എറേഴ്സ് ഒന്നും കാണിക്കുന്നൊന്നുമില്ല, പക്ഷെ ഔട്ട്പുട്ട് വരുന്നില്ല. അതിന് മെയിൻ കാരണം എന്താ വെച്ചാൽ ഇതൊരു ഫങ്ഷനാണ്, ആ ഫങ്ഷനെ കോൾ ചെയ്തിട്ടില്ല. ഓക്കെ, കോൾ ചെയ്യുക എന്ന് പറയുന്നത് ജസ്റ്റ് സിമ്പിളാണ്, ഇത് അത്രേ ഉള്ളൂ. ഫങ്ഷൻ നെയിം എഴുതുക, പിന്നെ ആ ബ്രാക്കറ്റും കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലാണ് ഈ ഫങ്ഷൻ വർക്ക് ആവുക. ഓക്കെ, നമ്മളൊരു ലോഗ് ഇടാം. before calling the function, after calling the function. ഓക്കെ, ഇതൊക്കെയാണ് ഈ കോപ്പൈലറ്റിൻ്റെ ബെനിഫിറ്റ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കോഡ് അത്
എന്ത് ചെയ്യും, ഓട്ടോ കംപ്ലീറ്റ് ചെയ്ത് തരും. കാരണം നമ്മൾ എന്താണ് അവിടെ എഴുതാൻ പോകുന്നത് എന്ന് ഞാൻ ഇതിന് പറഞ്ഞു കൊടുത്തു എന്നുള്ളതല്ല, പക്ഷേ എൻ്റെ മൈൻഡിൽ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് അവിടെ വരിക എന്നുള്ളതിനെ പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. അപ്പോൾ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബിഫോർ എഴുതിയപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായി ബിഫോർ കോളിംഗ് ദ ഫംഗ്ഷൻ, ഇതിൻ്റെ തൊട്ട് മുകളിലല്ല ഇത് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടെ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും എനിക്ക് സജസ്റ്റ് ചെയ്ത് തരും. ഓക്കെ, ആഫ്റ്റർ കോളിംഗ് ദ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ കണ്ടന്റ് ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്ത് തരും. ഇതൊക്കെയാണ് അതിൻ്റെ പവർ. ഈ അതിൻ്റെ പവർ വെച്ചിട്ട് ഇപ്പോഴും നമ്മൾ ഈ HTML പഠിച്ചുകൊണ്ടിരുന്നാൽ മനസ്സിലായില്ലേ നമ്മളെ ജോലി സാധ്യതകളൊക്കെ എത്രത്തോളം ഉണ്ടാവുമെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് വേഗം കവർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ വർക്ക് ആയത് കണ്ടോ, ബിഫോർ കോളിംഗ് ദ ഫംഗ്ഷൻ, അതിന് തൊട്ട് മേലെ വരെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ കോഡൊക്കെ എവിടെ എഴുതിയിട്ടുള്ളത് ഇവിടെയാണ്. അതിന് ജസ്റ്റ് ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യുക, ഷ്രിങ്ക് ചെയ്യുക, ഇതൊരു ഇതിൻ്റെ ഫീച്ചറാണ്. ജസ്റ്റ് ഈ ഫംഗ്ഷൻ ബ്ലോക്കാണ്, അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നമുക്കറിയാം. ശരിക്കും നമ്മളൊരു ഇത് പ്രകാരം പഠിച്ച പ്രകാരം ഇത് വർക്കായി അങ്ങനെ ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് അല്ലേ വരണ്ടേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല നടന്നത്. എന്തുകൊണ്ട്? ഇതിനെ ഫംഗ്ഷൻ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ആ ഫംഗ്ഷൻ എവിടെ കോൾ ചെയ്യുന്നത് അവിടെയാണ് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനാണ് ഞാൻ ബിഫോറും ആഫ്റ്ററും കൊടുത്തിട്ട് ഇതിനെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടത്. അപ്പോൾ എന്ത് സംഭവിച്ച്, ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിൻ്റെ മുമ്പ് വരെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് വർക്കായപ്പോഴും നമ്മൾ ഫംഗ്ഷൻ വർക്കായില്ല. ഇവിടെ ഫംഗ്ഷൻ കോളായി. അപ്പോൾ ഫംഗ്ഷൻ കോളായപ്പോൾ എന്താണ്, അതിനകത്തുള്ള കോഡ് വർക്കായി. ആ വർക്കായ കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. അതിനുശേഷം എന്താണ്, ആഫ്റ്റർ കോളിംഗ് ദ ഫംഗ്ഷൻ വർക്കായി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു പ്രിൻ്റ് ഇട്ട് ആ പ്രിൻ്റ് ഇട്ടുള്ളത് ഇവിടെ വരും ചെയ്തു. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ്റെ ഒരു ബെനിഫിറ്റ്. നമുക്ക് ഇതിനെ താഴെ കൊണ്ടുപോയിട്ടാലും മേലെ കൊണ്ടുപോയിട്ടാലും ഒക്കെ സെയിം എഫക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് ഈ രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ചെയ്തിടാവുന്നതാണ്. ഓക്കെ, ഇനി ഫംഗ്ഷനിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വാല്യൂസ് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇപ്പോൾ തൽക്കാലം x, y രണ്ട് വാല്യൂ പാസ് ചെയ്തു. ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ സേവ് ചെയ്തു. എന്താണ് ഇവിടെ സംഭവിക്കുക നോക്കാം. ബിഫോർ കോളിംഗ് ദ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് വരെ വർക്കായി. പക്ഷെ അതിനുശേഷം എന്തോ എറർ അടിച്ച്. എറർ നോക്കാം. ഈ എററൊക്കെ നമുക്ക് ആവശ്യമുള്ള എററാണ്. ഇതൊക്കെ ഇഷ്യൂ പലപ്പോഴും നമുക്ക് വരുന്ന എറേഴ്സാണ്. ഇവിടെ എന്താണ്, എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ്. എക്സ് എന്നുള്ള വാല്യൂ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതും എക്സിനെയും വൈനൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലെറ്റ് എക്സ് ഈക്വൽ ടു 10, വൈ ഈക്വൽ ടു 20. ഇനി നമുക്ക് എറർ പോകുന്നുണ്ടോ നോക്കാം. റീലോഡ് ചെയ്തു. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത്, നമ്മുടെ ഫംഗ്ഷനൊക്കെ വർക്കായി അല്ലേ. മറ്റേത് നമ്മൾ മെയിൻ എറർ അല്ല. ഇനി ഈ എക്സും വൈ നമ്മൾ എന്തിനാ കൊടുത്തത്, ഇവിടുന്ന് ആ ഫംഗ്ഷനിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അവിടെ അതിൻ്റെ യൂസേജ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആ കേസ് ഇവിടെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ console.log എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ആ എക്സിനെ വൈനെ അവിടുന്ന് പാസ് ചെയ്യുന്നുണ്ട്. ആ വാല്യൂസ് ഇവിടെ റീഡ് ചെയ്തെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് മേ ബി നമുക്കിവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്, രണ്ട് വേരിയബിൾ എടുത്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. അപ്പർ ലിമിറ്റ് ഈസ് ആൻഡ് ലോവർ ലിമിറ്റ് ഈസ്. ഓക്കെ, ഇപ്പം എന്ത് സംഭവിച്ച്, നമ്മുടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്നും വന്നില്ല. അതിനുശേഷം അപ്പർ ലിമിറ്റ് 10ഉം ലോവർ ലിമിറ്റ് 20 എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ആ വാല്യൂ എന്താ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് വരുന്നത്. ഓക്കെ, ഇവിടെ എക്സും വൈയും വാല്യൂ ഡിഫൈൻ ചെയ്തു. അതിനെ ആ ഫംഗ്ഷനിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് ഈ പാരാമീറ്റേഴ്സ് കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്ത് സംഭവിച്ച്, നമ്മൾ എക്സിൻ്റെ വാല്യൂ 10 ആക്കി കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരും, 10. അപ്പോൾ നമുക്ക് ഇങ്ങനെ വാല്യൂ ഇവിടെ എക്സ് വൈ കൊടുക്കുന്നതിന് പകരം ഇപ്പോൾ 1, 5 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ വരിക, അപ്പർ ലിമിറ്റ് 1ഉം ലോവർ ലിമിറ്റ് 5ഉം വന്ന്. ഓക്കെ, ഇതെന്താണ്, നമുക്ക് ഡയറക്റ്റ് പാസ് ചെയ്യുകയും ചെയ്യാം, അതല്ല വേരിയബിൾ വെച്ചിട്ട് പാസ് ചെയ്യാം. നമുക്ക് സ്ട്രിങ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ASD എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ സംഭവിച്ചാൽ അവിടെ വരുന്ന വാല്യൂ നമ്പറിന് പകരം അവിടെ സ്ട്രിങ് കൊടുത്ത് സ്ട്രിങ് വന്നുള്ളൂ. അപ്പർ ലിമിറ്റ് ഈസ് ASDAS എന്ന് പറഞ്ഞു. ലോവർ ലിമിറ്റ് നമ്മൾ എന്താ കൊടുത്തത്, 5 കൊടുത്ത് ആ 5 അവിടെ വന്നു.
അപ്പോൾ ഫംഗ്ഷൻ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫംഗ്ഷനിൽ ഒരാളെയും കൂടെ പരിചയപ്പെടുത്തി തരാം, എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓരോ ഫംഗ്ഷനും വർക്കിംഗ് കഴിഞ്ഞു നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന് എൻഡിൽ പോയിട്ടൊരു പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താലും മതി. ഇപ്പോൾ ഈ കൺസോൾ ലോഗ് ഇവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഫംഗ്ഷൻ എൻഡർ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. കൺസോൾ ലോഗ് എൻഡ് ഓഫ് ദ ഫംഗ്ഷൻ. ഞാനിവിടെ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, അപ്പോൾ കോഡ് ഓട്ടോ കംപ്ലീറ്റ് വന്നു. ഓക്കെ, എൻഡ് ഓഫ് ദ ഫംഗ്ഷൻ റീലോഡ് ചെയ്ത് നോക്കാം. എൻഡ് ഓഫ് ദ ഫംഗ്ഷൻ, ഫംഗ്ഷൻ എൻഡായി. പിന്നെ ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷം എന്താ വെച്ചാൽ എന്നുള്ള രീതിയിൽ ആ സ്റ്റേറ്റ്മെൻറ്റും വർക്കായി. ഇനി ഈ ഫംഗ്ഷൻ റൺ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുകയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന നമ്പർ ആഡ് ചെയ്തിട്ട് റിസൾട്ട് തരുന്ന ഫംഗ്ഷനാണ് വിചാരിക്കുക. ഓക്കെ, ആ റിസൾട്ട് നമുക്കവിടെ പ്രിൻ്റ് ആവും. പക്ഷെ നമുക്കത് വീണ്ടും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ ഫംഗ്ഷനിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് പോലെ കിട്ടണം. ഓക്കെ, മറ്റേത് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രിന്റ് ഔട്ട്പുട്ടായിട്ട് കിട്ടില്ല ചെയ്യുന്നത്, ജസ്റ്റ് നമുക്ക് വിഷ്വലി ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. പക്ഷെ നമുക്കത് തിരികെ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ആ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് സപ്പോസ് ഇതാണ്. അപ്പോൾ ഒരു നമ്പറാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഫംഗ്ഷൻ റൺ ആയി കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് തരും? റിട്ടേൺ 1 2 3. ആ റിട്ടേൺ 1 2 3 ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തു. നമുക്ക് ഇവിടെ ഇതൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും സംഭവിച്ചോ? ആ 1 2 3 എന്ന് പറഞ്ഞ സംഭവം ഇവിടെ എവിടെയും വന്നില്ല. ഓക്കെ, അത് എങ്ങനെ വരുത്തും? അത് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതാണ് ആ ഫംഗ്ഷൻ അല്ലേ? ആ ഫംഗ്ഷൻ്റെ റിട്ടേണിലാണ് നമ്മൾ ആ വാല്യൂ കൊടുത്തിട്ടുള്ളത്. ലെറ്റ് റിസൾട്ട് ഞാൻ വേരിയബിളിൻ്റെ പേര് കൊടുത്തു എന്നാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, ABCD അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ അതൊന്നും റീഡബിലിറ്റിക്ക് ചേർന്നതല്ല. നമുക്ക് നല്ല രീതിയിൽ കോഡ് റീഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന രീതിയിൽ ഒരു വാല്യൂ കൊടുക്കണം. അല്ലെങ്കിൽ റിട്ടേൺ വാല്യൂ നമുക്ക് കൊടുക്കാം. ഓക്കെ, അതിലേറെ നല്ലത് റിസൾട്ട് കൊടുക്കുന്നതാണ്. റിസൾട്ട്, റെസ്പോൺസ് അങ്ങനെയൊക്കെ കൊടുക്കാം. ഇപ്പോൾ റിസൾട്ട് ഞാനൊരു വേരിയബിളിലേക്ക് എടുത്ത് പ്രിൻ്റ് അല്ല കൺസോൾ ലോഗ് റിസൾട്ട് ഈസ് റിസൾട്ട്. ഇനി നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ആ വാല്യൂ കിട്ടും. റിസൾട്ട് ഈസ് എന്താണ്? 1 2 3. ഓക്കെ, ഇനി അതല്ല നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് ഈ അറേ ഓഫ് ഒബ്ജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വേരിയബിൾ ഇവിടെ കൊടുക്കുക, സേവ് ചെയ്യുക, റീലോഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് എന്നാണ് വന്നിട്ടുള്ളത്. അത് നമ്മളവിടെ എന്തെങ്കിലും മോഡിഫൈ ചെയ്യുന്നുണ്ടോ? എൻഡ് ഓഫ് ദ ഫംഗ്ഷനിൽ കൊടുത്തപ്പോൾ ഓക്കെ ആയി. ഓക്കെ, ഈ പ്രോബ്ലം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അങ്ങനെ ഒരു കേസ് ഉണ്ട്, ഞാൻ നാളെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അപ്പർ ലിമിറ്റ് ആണെങ്കിൽ നമ്മളിവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്ന വാല്യൂ അതേപോലെ തന്നെ ഇങ്ങോട്ട് തിരികെ മേടിക്കാനും പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതാണ് അങ്ങോട്ട് കൊടുത്തിട്ടുള്ള വാല്യൂ. ഞാൻ 5 10 വിചാരിച്ച്. ഓക്കെ, ഓക്കെ, S,Y കൊടുത്തപ്പോൾ റിസൾട്ട് നമുക്ക് റിട്ടേൺ ചെയ്തത് X ആണ് റിട്ടേൺ ചെയ്തത്, അതായത് 10. നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ഒന്നിലധികം വാല്യൂസ് പറ്റും. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നിലധികം ഇങ്ങനെ കൊടുക്കാൻ പാടില്ല, പകരം ഒരു അറേ ആയിട്ട് കൊടുക്കാം. ഓക്കെ, റിസൾട്ട് ഈസ് 10,20. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് നമ്മൾ കൊടുക്കുന്നതിന് സ്ട്രിങ് ആയിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇത് സ്ട്രിങ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് വരും? നമുക്കൊരു അറേ രൂപത്തിൽ വരും. ആ അറേ രൂപത്തിൽ വരിക എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടിട്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് വരിക. പക്ഷെ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ഇവിടെ എല്ലാം സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ആ കേസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാം.
അപ്പോൾ ഇത്രയും പോർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ലൂപ്പ് കവർ ചെയ്ത് അറേ ഓഫ് ഒബ്ജക്ട്സ് കവർ ചെയ്ത് ഒരു ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കവർ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് പ്രോംപ്റ്റിൽ നിന്ന് ഇൻപുട്ട് എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ഞാനൊരു 5 ടാസ്ക് തരാമെന്നാണ് വിചാരിക്കുന്നത്. 5 ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് ഏകദേശമൊക്കെ ക്ലിയർ ആവും. പിന്നെ നമുക്ക് നെക്സ്റ്റ് പോകേണ്ടത് നമ്മുടെ റിയാക്റ്റിലേക്കാണ്. ഇതൊന്നും അറിയാതെ റിയാക്റ്റിൽ പോയിട്ട് ഒരു കാര്യമില്ല. റിയാക്റ്റിൽ HTML CSS ഒക്കെ ഉണ്ട്, പക്ഷേ റിയാക്റ്റിൽ കുറച്ച് അതിൻ്റെതായ രീതിയിൽ കുറച്ച് സ്ട്രക്ചേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെയും കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ഡിസൈൻ ലെവല് കുറേ ടാസ്കുകളുണ്ട്, അതൊക്കെ തരാൻ പ്ലാൻ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ റെസ്പോൺസ് നല്ലോണം വരണം, എന്നാലേ കൊണ്ട് കാര്യമുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും പ്രോപ്പറായിട്ട് കീപ്പ് അപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ടാസ്ക് എപ്പോഴും ഞാൻ അസൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.